ഹലോ ഗൈസ്, ടോക്ക് ആൻഡ് ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫരീദ് ഇബ്രാഹിം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അടിപൊളി ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ പൊരിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിഞ്ഞ് കമൻറ്റ് അറിയിക്കുക. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ ആദ്യം എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു കുക്കറിലേക്ക് അത്യാവശ്യം വരഞ്ഞിട്ട് ചിക്കൻ എടുത്തിടുക. എന്നിട്ട് ആദ്യമൊക്കെ അടയേണ്ട മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഉപ്പ്, അതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് അടപ്പത്ത് വെച്ചിട്ട് ഒറ്റ വിസലിൽ അടിച്ചെടുക്കാം. അടുത്ത് കഴിഞ്ഞാൽ തന്നെ എയർ തള്ളിക്കളയുകയും ചെയ്യണം. എയർ തള്ളിക്കളയണത് ഒത്തിരി വെന്ത് പോകാണ്ടിരിക്കുകയാണ്, വെന്ത് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ. പുഴുങ്ങിയെടുത്ത ചിക്കൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാക്കിയ അതേ മോഡൽ തന്നെയാണ് ചെയ്യണത്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് മേളിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ ഇട്ടേക്കാം. ഇനി ഉരുളിയെടുത്ത് അടപ്പത്ത് വെച്ചിട്ട് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടായി വരുമ്പോൾ തന്നെ എണ്ണ ഊറ്റി, എണ്ണയിൽ ഓയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഊറ്റിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുക. പയ്യെ എയർ പൊങ്ങും ചൂടായി കഴിയുമ്പോൾ. എന്നിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ചിട്ട് ചിക്കൻ അതിൽ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് പൊരിഞ്ഞ് വരുമ്പോൾ തന്നെ ചെറുതായിട്ട് മണവും അതുപോലെ തന്നെ ആവിയൊക്കെ പൊങ്ങാൻ തുടങ്ങും. അപ്പം തന്നെ നമുക്ക് അപ്പത്തെ സൈഡിലേക്ക് മറിച്ചിടാം. ഒത്തിരി കത്തിപ്പോയാൽ ആ ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് ഒത്തിരി കത്താൻ വേണ്ടി നോക്കിയിരിക്കാണ്ട് വേകുമ്പോൾ തന്നെ മറിച്ചിടുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. മറിച്ചിടുവാണ്. അങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അപ്പത്തെ സൈഡ് വേണമെങ്കിൽ പൊരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. കോരി അത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് മയോണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിച്ച് നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും സീ യു ലേറ്റർ.